യെസ്, അദ്ദേഹം എത്തിച്ചേരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിന്റെ സുരക്ഷാ വാഹനമാണെന്ന് തോന്നുന്നു. നിയമസഭയുടെ മുൻപിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. ഗവർണറെ സ്വീകരിക്കാനായി മുഖ്യമന്ത്രി, ഒപ്പം തന്നെ സ്പീക്കർ, പാർലമെന്ററി കാര്യമന്ത്രി അടക്കമുള്ളവരൊക്കെ തന്നെ സഭാ കവാടത്തിലുണ്ട്. ഗവർണർ സഭാ കവാടത്തിലേക്ക്, നിയമസഭയ്ക്ക് മുന്നിലേക്ക് എത്തിച്ചേരുന്നതിന്റെ ദൃശ്യങ്ങൾ കൂടിയാണ് കാണുന്നത്. സൂക്ഷ്മമായ സ്വീകരണമാണ് ഗവർണർക്ക് മുഖ്യമന്ത്രിയും പാർലമെന്ററി കാര്യമന്ത്രിയും സ്പീക്കറും ചേർന്ന് നൽകിയത്. ഗവർണറെ സ്വീകരിച്ച ശേഷം ഗാർഡ് ഓഫ് ഓണറിന് ശേഷമാണ് ഗവർണർ മുഖ്യമന്ത്രിക്ക് സമീപം എത്തിയത്. അവിടെ നിന്ന് മുഖ്യമന്ത്രിയോടും ഒപ്പം തന്നെ എം.പി. രാജേഷിനോടുമൊക്കെ കുശലാന്വേഷണം നടത്തിയ ശേഷമാണ് നിയമസഭയിലേക്ക് കയറിപ്പോയത്. ആർലേക്കറുടെ ആദ്യ നയപ്രഖ്യാപന പ്രസംഗം എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. എന്തായാലും വളരെ ഊഷ്മളമായ സ്വീകരണം മുഖ്യമന്ത്രിയും ഒക്കെ ചേർന്ന് നൽകിയിട്ടുണ്ട്. മുഹമ്മദ് ആഷിഖ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ആഷിഖ്, എന്തായാലും ഉടൻ തന്നെ നയപ്രഖ്യാപനം തുടങ്ങുകയാണ്. അതിന് മുന്നോടിയായി തന്നെ വളരെ ഊഷ്മളമായ ഒരു സ്വീകരണം ഗവർണർക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട്. വളരെ കാര്യമായി കുശലാന്വേഷണമൊക്കെ നടത്തിക്കൊണ്ടാണ് ഗവർണർ അകത്തേക്ക് കയറിപ്പോയത്. എന്തൊക്കെയാണ് അവിടെ നടന്നത് ആഷിഖ്? ചുമതലയേറ്റെടുത്തതിനു ശേഷം നിയമസഭയിലേക്ക് ആദ്യമായി എത്തുന്നതാണ് ഗവർണർ. ഊഷ്മളമായ സ്വീകരണമാണ് നിയമസഭയുടെ തലവൻ എന്ന നിലയിൽ, സ്പീക്കറുടെയും ഭരണത്തലവൻ എന്ന നിലയിൽ മുഖ്യമന്ത്രിയുടെയും നേതൃത്വത്തിൽ നൽകിയത്. ഗവർണറെ സ്വീകരിക്കാൻ പാർലമെന്ററി കാര്യ മന്ത്രി എം.പി. രാജേഷും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. രാവിലെ 8:45 രാജ്ഭവനിൽ നിന്ന് പുറപ്പെട്ട ഗവർണർ 8:50 ഇവിടെ എത്തിച്ചേരുകയായിരുന്നു. അല്പനേരത്തിനകം നയപ്രഖ്യാപന പ്രസംഗം ആരംഭിക്കും എന്നുള്ളതാണ്. തന്റെ ഗവൺമെന്റിന്റെ നയം ഇതാണ് എന്ന നിലയിൽ പുതിയ ഗവർണർ സർക്കാരിന്റെ നയപ്രഖ്യാപനം വിശദമായി വായിക്കുമ്പോൾ അത് നിർണായകമായ ഒരു സംഭവം തന്നെയാണ്. ഇപ്പോൾ ബജറ്റ് സമ്മേളനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി നോക്കിക്കാണുന്നത് അത് തന്നെയാണ്. സംസ്ഥാന സർക്കാരിന്റെ നയങ്ങൾ കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഉണ്ട് എന്നുള്ള സൂചനകൾ വരുന്നുണ്ട്. ആ സമയം അടുത്ത സംഘപരിവാരകാരനും RSSകാരനും എന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്ന ഗവർണർ ഇത്തരം പരാമർശങ്ങളെ ഏത് രീതിയിൽ പരിഗണിക്കും, വായിക്കുമോ, ഇത്തരം പരാമർശങ്ങൾ വായിക്കുമോ എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ഉണ്ട്. പൂർണ്ണമായും നയപ്രഖ്യാപന പ്രസംഗത്തിൽ അംഗീകരിച്ചുകൊണ്ടുള്ള ഒപ്പിട്ടിട്ടുണ്ടെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള മറ്റത്തിരുത്തലുകൾ ഇനി ഉണ്ടാകുമോ എന്നുള്ള കൗതുകം അടക്കമുള്ള കാര്യങ്ങൾ ഇനി വരുന്ന മണിക്കൂറുകളിൽ ഉണ്ടാകുമെന്നുള്ളതാണ്. കഴിഞ്ഞ തവണത്തെ ഗവർണർ നയപ്രഖ്യാപനം പൂർണ്ണമായും വായിക്കാൻ തയ്യാറാകാതെ 2 മിനിറ്റ് മാത്രം നീണ്ടുനിന്ന ചരിത്രത്തിൽ തന്നെ ഏറ്റവും ചെറിയ നയപ്രഖ്യാപന ചടങ്ങിനായിരുന്നു കഴിഞ്ഞ വർഷം വേദിയായതെങ്കിൽ ഇത്തവണ പുതിയ ഗവർണറാണ്, പുതിയ ഒരു മുഖമാണ് സംസ്ഥാനത്തെ ഭരണ തലവൻ. ഏതായാലും ഗവർണറും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ നിയമസഭയിലേക്ക് എത്തിയിട്ടുണ്ട്. 15ാം കേരള നിയമസഭയുടെ 13ാം സമ്മേളനം അല്പസമയത്തിനകം ആരംഭിക്കാനിരിക്കുകയാണ്.